പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അത് ഇവിടെ വന്നു ഞങ്ങൾ സംസാരിച്ചു. പറയാനില്ല. നല്ല അമ്പൂറ്റി കൊച്ച. ആരെയും സഹായിക്കാനായാലും ആർക്കും ഉപകാരം ചെയ്യാനായാലും നല്ലൊരു കൊച്ചായിരുന്നു. മിടുക്കിയായിരുന്നു. അല്ല ഇത്രയും പ്രായത്തിൽ ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? മിടുക്കിയായിരുന്നു. നല്ല പെൺകുഞ്ഞ്. ഞങ്ങൾക്ക് ഒരു വീട് പോലെ ഞങ്ങൾ കഴിഞ്ഞിരുന്നു. എന്റെ അമ്മയ്ക്കാണെങ്കിലും തീരെ വയ്യാത്തൊരു ക്യാൻസറാ പുള്ളിക്കാരത്തില്ല. ആരുമില്ല അവർക്കൊരു സഹായത്തിന്. വേറെ മോളെ എല്ലാ കാര്യങ്ങളും. 2 കുഞ്ഞുങ്ങള്, 10ലും മോളേജില്. എന്താ പറയാ, അവർക്ക് ഇത്ര ആയുസ് ദൈവം കൊടുത്തുള്ളൂ. ഒരു ദിവസം അതിനകത്ത് കിടന്നാ മതിയായിരുന്നു. അവർക്ക് ഏതല്ല അവിടെ രീതിക്ക് പണിഞ്ഞ വീടാ. എന്താ പറയാ, അതിന്റെ സ്വപ്നം. കാരണം അവിടെ ഇത് വിറ്റിമ്മച്ച് അവിടെ വന്ന് കുമ്പഴേ അവര് മേടിച്ച് അത് വിറ്റിമ്മച്ച് ഇവിടെ വന്ന് വീട് വെച്ചത്. അമ്മയുടെ നിർബന്ധത്തിൽ തന്നെ അത് ഇവിടെ വീട് വെച്ചു. 28-ാം തീയതി പാല് കാച്ചണം. അതിന് വേണ്ടി ഒരു മുറി, ഒരു അടുക്കളയും പിന്നെ കക്കൂസൊക്കെ ശരിയാക്കി കൊടുക്കാൻ പണിക്കാരോട് പറഞ്ഞു. അവരത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. ഞങ്ങൾ അവിടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാനോർത്തിനി അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയതായിരിക്കും. ഓടി അവിടെ ചെന്നപ്പോൾ എന്റെ മോള് പോയി. 2 കുഞ്ഞുങ്ങളെ കണ്ണുനീര് ദൈവം കാണട്ടല്ലേ. നമ്മളെന്താ പറയാൻ.